ഇങ്ങനെ വായിച്ചു കണ്ണുകൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുക. അപ്പൊ കൊടുനാട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കരയണത്? ഉസ്താദ് എഴുതി ചില നിർദ്ദേശങ്ങൾ വായിച്ച് അതാലോചിച്ച് കരയാണ്. അതിൽ പറഞ്ഞ വാക്കാണെന്ത്? ഇനിയും പ്രയാസം അനുഭവിക്കും, ഇതിലേറെ ഞാൻ അനുഭവിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ, അല്പം പോലും പിറകോട്ട് വെക്കരുത് കാല്. ലാസ്റ്റ് ചെയ്തിരിക്കണം, നിങ്ങൾ ധരിച്ച ബനിയനൊന്ന് കൊടുത്തയക്കണം. ആരോട്? ഷാഫിമാന്റെ ശിഷ്യനാണ് ആര്? ഇമാം അഹ്മദുള്ളാഹിനോട് പറയുക, ബനിയനൊന്ന് കൊടുത്തയക്കണം. അഹ്മദുള്ളാഹിന് ബനിയൻ വഴി വന്നാളെ കൈ കൊടുത്തു. ബനിയൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഷാഫി ഇമാം ഈ ബനിയൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു, അതിനോട് മുക്കി, എന്നിട്ട് ആ വെള്ളം കുടിച്ചു, ആ വെള്ളം കൊണ്ട് കുളിച്ചു. അത് പറഞ്ഞെന്താ? അള്ളാന്റെ ദീനിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ട ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന വസ്ത്രമാണിത്, ഇതിന് ബർക്കത്തുണ്ട്. അവിടെ മനസ്സിലാക്കണം, നമ്മൾ പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മുടെ വസ്ത്രത്തിനും നമ്മുടെ ശരീരത്തിനും ബർക്കത്തുണ്ടാവും. അവിടെ ആയിരിക്കും നമ്മളുണ്ടാവും, അവിടെയാണ് നമ്മളുണ്ടാവും. എന്തെങ്കിലും വരുമ്പോഴേക്ക് പതറുന്നവരായി ഒന്ന് മാറരുത്, ചിതറുന്നവരായി മാറരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നക്കാരുമായിട്ടൊന്നും മാറരുത്. അള്ളാന്റെ ദീന് പൂർവികർ കാണിച്ചെടുത്ത് നമ്മൾ ഉറച്ചു നിൽക്കുക. കാരണം സുന്നത്ത് ജമാഅത്ത് നഷ്ടപ്പെടുത്തിയാൽ, നമ്മൾ മാറി ചിന്തിച്ചാൽ ഈ കൗം മൊത്തം വഴിതെറ്റും. നമ്മുടെ ഉസ്താദന്മാരൊക്കെ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാണത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിലേക്ക് പോരുക, നമ്മുടെ ആലിമീങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ട സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കി, എത്ര പ്രയാസപ്പെട്ട. പതി അബ്ദുൽ ഖാദർ മുസ്ലിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാര് എവിടെയെങ്കിലും മുജാഹിദ് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ എന്നോട് കല്ലൂർ സവണയും കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും മുജാഹിദ് പ്രസംഗിച്ചെന്ന് കേട്ടാൽ അറിഞ്ഞാൽ എത്ര വണ്ടിയെടുക്കും, അനൗൺസ്മെന്റ് ചെയ്യും. ഇന്ന് ഇന്ന സ്ഥലത്ത് പതി അബ്ദുൽ ഖാദർ മുസ്ലിയെ പ്രസംഗിക്കുന്നു. ആരാ അനൗൺസ് ചെയ്യുന്നത്? ആരാ പ്രസംഗിക്കുന്ന ആള്? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. എന്നിട്ട് ആ വണ്ടിയിൽ വന്നിട്ട് ജീപ്പിന്റെ മുകളിൽ കയറി പ്രസംഗിക്കുക. അന്നൊക്കെ നമ്മുടെ ഉസ്താദ് എത്ര അനുഭവിച്ചു. എനിക്കറിയാം, എന്റെ ഉസ്താദ് കല്ലൂർ ഉസ്താദ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഉസ്താദ് കല്ലേറ് കൊണ്ട് കേട്ടിട്ടുണ്ട്. വയനാട് ദിവസം പ്രസംഗിച്ച് വരുമ്പോ കല്ലേറോട് കല്ലേറാ. അവരൊക്കെ എത്ര അനുഭവിച്ചു, പ്രയാസം അനുഭവിച്ചു. നമ്മക്കോ AC റൂമിൽ ഇങ്ങനെ ഇരിക്കുക അല്ലെ? നമ്മളെ സുഖാലോചിച്ച് നോക്കുന്നത്, നമ്മളെത്ര സുഖത്തിലാണുള്ളത്. അവരൊക്കെ എത്ര സൂക്ഷ്മത പാലിച്ച് കഠിനാധ്വാനിച്ച് ഇതുണ്ടാക്കി തന്ന സുന്നത്ത് ജമാഅത്തല്ലേ നമ്മളെ കയ്യിൽ. ഇവിടെ അമാനത്ത് കോയണ്ണി ഉസ്താദ് പള്ളിക്കാടല്ലേ? എന്റെ ഭാര്യ പിതാവ് സാദിഖ് ഉസ്താദ് പറഞ്ഞ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അവരൊക്കെ സൂക്ഷ്മതയും അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ. ഒരിക്കൽ അമാനത്ത് കോയണ്ണി ഉസ്താദ് മുഷാവറക്ക് പോയപ്പോ നല്ല വിശപ്പുണ്ട്. അപ്പൊ അവിടെ മുഷാവറക്ക് പോയെന്ന് ആകെ കിട്ടുക ഒരു കട്ടിപ്പത്തിരി. ആ കട്ടിപ്പത്തിരി കിട്ടിയപ്പോ കഴിച്ചൊക്കെ വിശപ്പ് മാറിയില്ല. അപ്പൊ കൊടുന്ന ചക്കനോട് ചോദിച്ചത് ഒന്നുകൂടി കിട്ടുമെന്ന്. നമുക്കൊക്കെ എത്ര അവിടെ വെച്ചിരുന്ന വരുമ്പോ വേണ്ടോടത്തോളം കഴിച്ചോളാം. അപ്പൊ ചെക്കൻ പറഞ്ഞത്രേ, ഇന്ന് വരുന്ന ആൾക്കാരെ എണ്ണം നോക്കിയിട്ടാണ് കട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത്, ആരെങ്കിലും വരാതിരിക്കണേ തരാം. ആരോടാ ഈ പറയണത്? മുഷാവർ അമ്പറോടൊക്കെ. നമ്മളൊക്കെ പറഞ്ഞു, മേഖലാ സെക്രട്ടറി ഞാനിതെന്താ മനസ്സിലാക്കി? ഞാൻ ഈ റേഞ്ചൊക്കെ നടക്കുന്ന എന്റെ കീഴിലാണ്. നമുക്ക് വല്ല കഥയുണ്ടോ? അന്നാണ് പിരിച്ചോട് അറിയില്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മളൊക്കെ അവസ്ഥ വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ചിന്തിക്കും, ഞങ്ങളല്ലോ ഇന്നെ പോലത്തെ ആൾക്കാരോട് ഞാൻ പറയണത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്കൻ വന്നിട്ട് പറഞ്ഞത്രേ, ഒരാൾ വന്നിട്ടില്ല, ഒരു പത്തിന് ബാക്കിയുണ്ട്, അത് കൊടുത്തു, അത് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് പോരുമ്പോ ടീയെ കിട്ടും. അപ്പൊ അങ്ങോട്ടുള്ള പൈസ സ്ഥാനത്ത് കയ്യിലുണ്ടോ? ഇങ്ങോട്ട് പോരാണ് അവിടുന്ന് കുട്ടികളെ വെച്ചിട്ട് വിളിക്കുന്നത്. ടീയെ കൊടുത്തപ്പോ അൽഹംദുലില്ലാ എന്നിട്ട് പറഞ്ഞത്രേ, ചെക്കനൊക്കെ ഓടിച്ചു നിൽക്കും. ഒന്നല്ലേ എനിക്കുള്ളൂ, ഒന്നേ എത്ര വാങ്ങിയില്ല, അതിന്റെ എത്ര പൈസ? ആ പൈസ അങ്ങോട്ട് കൊടുത്തു. ഇത് സാദിഖ് ഉസ്താദ് നേരിട്ട് എന്നോട് പറഞ്ഞതാ. എന്നിട്ട് നിങ്ങൾ അറിയണം, എന്നിട്ട് ഉസ്താദിന് പോരാൻ പൈസ ഉണ്ടോ? പൈസ ഇല്ല. പെരിന്തൽമണ്ണക്ക് എത്തണം, പട്ടിക്കാട്ടിക്ക് എത്തണം, മലപ്പുറത്തേക്ക് എത്ര പൈസ ഉള്ളൂ? ഈ പൈസ എടുത്തു കൊടുത്ത് മലപ്പുറത്ത് ഇറങ്ങി പിന്നെ പട്ടിക്കാട്ടിക്ക് നടക്കുക. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ സംസ്ഥ. അവരൊക്കെ അത്ര പ്രയാസപ്പെട്ടുണ്ടാക്കിയതാണ് ഈ സംസ്ഥ. ആ സംസ്ഥ കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. രക്ഷപ്പെടാൻ കുറച്ച് കൊടുക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെ ഇന്നലകൾ കഴിഞ്ഞു പോയ ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ ഭാര്യ പിതാവ് സാദിഖ് ഉസ്താദ് കൊല്ലത്ത് സമ്മേളനം നടക്കുക, ജമിയത്തുൽ ഉലമായുടെ സമ്മേളനം നടക്കുക. അപ്പോൾ ആ സമ്മേളനത്തിന് പോകണം. അപ്പോൾ വീട്ടുകാരൊന്നും പോകണ്ട, കാരണം 2 ദിവസം ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. ആ വീട്ടുകാരൊക്കെ പറഞ്ഞു പോകണ്ടാണ്. അങ്ങനെ അവസാനം പോയേ പറ്റൂ. എന്നോട് വീട്ടുകാർ വിളിച്ചു പറഞ്ഞു, ഈ ഒന്ന് പറഞ്ഞു നോക്കുക. ഞാൻ വന്ന് കയറിയപ്പോൾ എന്നോട് ചോദിച്ചു, പോകണ്ടാ പറയാൻ വേണ്ടി വന്നിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ സാർ പോകണമെന്ന് അറിയണമെന്ന് പറഞ്ഞു. അല്ലാതെ എന്തായാലും പറയാം. അവസാനം പോണ വഴിയിലേക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി ഒരു ദിവസം അങ്ങോട്ട് യാത്ര ചെയ്യുക, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുക. അങ്ങനെ അവിടെ പോയി മൂത്രത്തിൽ അന്ന് ഇതിട്ടുണ്ട്, പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇതും വെച്ചിട്ടാണ് സമ്മേളനത്തിന് പോണത്. 2 പറഞ്ഞതറിയോ? ഞാൻ പോയിട്ടില്ലെങ്കിൽ സമ്മേളനം നടക്കും, പക്ഷേ ഞാൻ പോയിട്ടില്ലെങ്കിൽ സമ്മേളനത്തിന്റെ വർക്കത്ത് എനിക്ക് കിട്ടൂല. അവരൊക്കെയാണ് നമുക്ക് സമസ്ത വന്നത്.
അവരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംസ്ഥയാണിത്. ഇത് ഒരിങ്ങനെ വിരിച്ച് പാകപ്പെടുത്തി തന്നു. അതിൽ കടക്കാനും നമ്മളില്ലെങ്കിൽ പടച്ചോന് മുമ്പ് നമ്മൾ ചെല്ലുമ്പോൾ മറുപടി പറയട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവർക്കൊക്കെ എങ്ങനെ അതിന് കഴിഞ്ഞു ചോദിച്ചാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, അവർക്കറിയാം ഇത് ഹക്കാണ്. അവർക്ക് ആ ഒരു ധൈര്യം ഉണ്ടായില്ല, ഇത് ഹക്കാണ്. നമുക്കങ്ങനല്ല, ചാഞ്ചാട്ടാണ്. ആണോ അല്ലേ? ആരെയും ഒന്ന് തിരിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് എന്നത് ശരിയില്ലായിരിക്കൂലേ, അത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ലേ. അവിടെയാണ് എന്തെങ്കിലും തീരുമാനം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ്. ബഹുമാനോട് അത്തിപ്പറ്റ ഉസ്താദ് നബറല്ലാഹു മർക്കദ, ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ആളാണ് കാസിം കോയ തങ്ങൾ. കാസിം കോയ തങ്ങളെ മോനെ അതൊക്കെ പേരൊക്കെ പറഞ്ഞതിനറിയാം. ഇനി വേറൊന്നും വ്യാഖ്യാനിക്കേണ്ട, തള്ളാണ്, ഫൈക്കാണ്, ഇപ്പം അങ്ങനെയൊക്കെയാണ് പറയാം. കാസിം കോയ തങ്ങൾ മൂപ്പരെ മോനെ ദർശിച്ച് ചേർക്കാൻ വന്നു. ഒരു മാസം ദർശിച്ച് ചേർക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, തങ്ങളെ തിരുസ്ഥാന സ്വന്തം ആണല്ലോ, കുട്ടികൾക്ക് എന്തെങ്കിലും നസീഹത്ത് കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ നസീഹത്ത് കൊടുത്ത് ഇങ്ങനെ അത്തിപ്പറ്റ കുറിച്ച് പറഞ്ഞു. അത്തിപ്പറ്റ ഉസ്താദിനെ ആലുവ തെരീക്കത്തേര് ഒരു പ്രോഗ്രാമിൽ ക്ഷണിക്കാൻ വന്നു. അങ്ങനെ പ്രോഗ്രാമിൽ ക്ഷണിച്ചപ്പോൾ ഉസ്താദ് ഏറ്റെടുത്ത് ഉസ്താദിനെ അറിയില്ല, ഇവർ ആലുവ തെരീക്കത്തേരെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായത് എന്തിനാ ആൾക്കാരാണ്, ആലുവ തെരീക്കത്തിന്റെ ആൾക്കാരാണ്. അവസ്ഥ പറഞ്ഞു, ഞാൻ ആ പരിപാടിക്ക് വരില്ല. അപ്പൊ ഒരു എന്ത് ഉസ്താദെ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? അവസ്ഥ പറഞ്ഞു, സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾക്കിതിൽ തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങൾ പിഴച്ചതാണ്, അതുകൊണ്ട് ഞാൻ വരില്ല. അപ്പൊ ഇവര് ചോദിച്ചു, എന്താ ഞങ്ങൾക്കുള്ള കുഴപ്പമെന്ന് ചോദിച്ചു. അവസ്ഥത്തേക്കോ എനിക്കറിയില്ല, എനിക്ക് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നല്ല. അപ്പോൾ ചോദിച്ചു, അവന് ഉസ്താൻ വരാനോ? ഉസ്താൻ അറിയില്ലല്ലോ. അവസ്ഥ പറഞ്ഞ വാക്കുണ്ട്, അത് നമ്മളൊക്കെ മനസ്സിലുണ്ടാവുന്നത്. സ്വർണ്ണ വാക്കെന്താ അറിയോ? എന്തിനാണ് നിങ്ങളെ പുറത്താക്കിയെന്ന്, നിങ്ങളെ കുഴപ്പമെന്താ എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, സമസ്തന്റെ 40 ആലിമ്യങ്ങൾ കൂടി ഒരു തീരുമാനം എടുത്താൽ അത് പിഴക്കൂലെന്ന് എനിക്കറിയാം. അതെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വരില്ല. നിങ്ങൾക്ക് എന്താ കുഴപ്പം എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ഏത് അറിവുണ്ട്? സമസ്തന്റെ 40 ആലിമ്യങ്ങൾ കൂടി എടുത്ത തീരുമാനമാണ്, അത് പിഴക്കൂലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വരില്ല. ഈ ഒരു ബോധം നമുക്കല്ലേ നമ്മളെന്താ കേട്ട? ആ ഒരു ബോധം നമ്മളൊക്കെ എല്ലാവരും മുച്ചത്തെ ഹിതാൻ ശ്രമിച്ചപ്പോ എന്താ ചെയ്യാ? അതല്ലല്ലോ, ഇവര് മുഷാവറിന്റെ ആവശ്യമില്ലല്ലോ. 40 അംഗ മുഷാവറ ചർവണം നടത്തിയൊരു തീരുമാനമെടുത്താൽ പിന്നെ നമ്മളതിൽ പിന്നെ ഒന്നുകൂടി പുനർവിചിന്തനം നടത്താന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിതിന്റെ പണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന്റെ ആൾക്കാരെ കണക്കിൽ അർത്ഥമില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് ഹക്കാണ്, ഇത് സത്യമാണ്, സത്യത്തിന്റെ കൂടെ രക്ഷപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അവരൊക്കെ നോക്കിങ്ങൾ നല്ല ആക്കിപ്പത്തല്ല. അവരൊക്കെ പൂർവ്വകാലത്ത് നമ്മുടെ ആൾക്കാർക്ക് എനിക്ക് എൻ്റെ സാദിഖുസ്താനം മരിക്കണം എന്ന് മകരിമിന് മുമ്പ് കുളിച്ച് വൃത്തിയായി, ഭാര്യയോട് പറഞ്ഞു കുളിപ്പിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു, കുളിച്ച് വൃത്തിയായി, വീട്ടിലെല്ലാവരും യാസീനൊക്കെ ഓടാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് മരിക്കുക. ഇതൊക്കെ ഇപ്പൊ അടുത്തുള്ള ആൾക്കാരല്ലേ, നമ്മളപ്പോൾ എത്രയോ ദൂരത്തുള്ള കഥയല്ലേ ഈ പറയണത്. ഇപ്പൊ അടുത്തുള്ള ആൾക്കാരെ ഇതല്ലേ നമ്മൾ നോക്കേണ്ടത്. നമ്മളൊരു ടീമിന്റെ പിന്നാലെ കൂടെ നോക്കേണ്ടത് അവരുടെ ആക്കിബത്ത് എങ്ങനെയായിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് എങ്ങനെയായിരുന്നു ആക്കിബത്ത്? ശംസുൽ ഉലമായി തങ്ങളുടെ ആക്കിബത്ത് എങ്ങനെയായിരുന്നു? ഇന്നലകൾ കഴിഞ്ഞു പോയ നമ്മുടെ മഹാന്മാരുടെ ആക്കിബത്ത് എങ്ങനെയാണ്? നമ്മൾ അവരെ കൂടെയാണ് നിൽക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ നിൽക്കാതെ വിദ്യാത്തിൽ പോയി കഴിഞ്ഞാൽ മഹാന്മാർ പറയുന്നവരുടെ ആക്കിബത്ത് മോശമായി പോകും. ഇത് കുട്ടികൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ പഠിപ്പിക്കണല്ലോ, ഇമാമിങ്ങൾ പഠിപ്പിച്ചതല്ലേ. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ ലാ യഖ്ബലു മിൻ സ്വാഹിബി ബിദ്അ. ഒരാൾ പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയാൽ അള്ളാഹു അവരൊന്നും സ്വീകരിക്കുകയില്ല. സലാത്തൻ, അവന്റെ നോമ്പുസ്കാരം സ്വീകരിക്കൂല, അവന്റെ നോമ്പ് സ്വീകരിക്കൂല, വല ഹജ്ജൻ, ഹജ്ജ് സ്വീകരിക്കൂല, അവന്റെ ഒന്നും സ്വീകരിക്കൂല. പിന്നെ കൂടിയിട്ട് എന്ത് കാര്യമുള്ളത്? ചില ആൾക്കാർ അതിലാണ്ട് കൂടിയപ്പോ നല്ല ഉഷാറായി, ഇപ്പൊ പള്ളിക്കൊന്നും പോരില്ല. ശരിയാണ്, പോരൂല. കാരണം ഇബ്ലീസ് പയപ്പിക്കൂല. ആരെ പയപ്പിക്കണ്ടേ? ആവശ്യം ഓൾറെഡി പയച്ചെടുക്കാം. അതുകൊണ്ടല്ലോ സുഫിയാൻ സൗറിലാണ് പറഞ്ഞില്ലേ, അൽ ബിദഅത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. ഒരാൾ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം എന്താണ്? ഒരാള് ബിദഅത്തിൽ കൂടുതലാണ്. കാരണം തെറ്റുകാരുടെ മനസ്സിൽ ചിന്തെന്താ? ഏത് തെറ്റ് ചെയ്യുന്ന ആളെ മനസ്സിൽ ചിന്തെന്താ? ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, നേരാണ്. നിങ്ങൾ കള്ളുടിമാരോട് ചോദിച്ചോളൂ. കള്ളുടിമാരൊക്കെ കുറച്ച് ബന്ധം സ്ഥാപിക്കണം എന്ന് പറഞ്ഞാല് അരക്കൊപ്പി കൊണ്ട് വാങ്ങി കുടിക്കണം എന്നല്ല. നമ്മൾ വലപ്പം കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ഓള് ചോദിച്ചു, ഒരൊക്കെ പ്രശ്നേ എന്താ അറിയില്ല, ഭയങ്കര തെറ്റാണ്, പക്ഷെ പോരാൻ കഴിയില്ല, നിർത്താൻ കഴിയില്ല എന്നറിയാം.
അതിന് നമ്മൾ സംവിധാനം ചെയ്തു കൊടുക്കണം. എന്നൊരു വിദേഹത്താരോട് ചോദിച്ചാൽ നിങ്ങൾ ഓനെന്താ പറയാ? ഓൻ തെറ്റെന്നല്ല അറിയാം. ഓനാണ് ശരി എന്നല്ല മാത്രമല്ല പറയാ, ഓൻ മാത്രാണ് ശരി. ഓന്റെ ബാപ്പ കാഫിർ, ഓന്റെ ഉമ്മ കാഫിർ, ഓനെ പഠിപ്പിച്ച ഉസ്താദ് കാഫിർ, നാട്ടത്തെ സുന്നികളൊക്കെ കാഫിർ. പിന്നെ ആരാ ശരി? ഇവൻ മാത്രം. പിന്നെ ഓൻ തിരിച്ചു പോയി. അതല്ലേ അള്ളാഹു റസൂൽ യമുറുക്കൂന മിന ദീനി കമാ യമുറുക്കു സഹമു മിന റമിയ. വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ തെറിച്ചു പോകും. പിന്നെ തിരിച്ചു വരലില്ലല്ലോ, അവരെ തിരിച്ചു വരില്ല. ഇതാണ് വിദേഹത്ത് പറഞ്ഞാല്. കള്ളൊടിക്കുന്നതിനേക്കാൾ ഗൗരവമാണ്, വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള സാധനമാണ് വിദേഹത്ത് എന്നുള്ളത്. പെട്ടുപോയ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞ നിസ്കാരം സ്വീകരിക്കൂല, അതിന് നോമ്പ് റബ്ബ് സ്വീകരിക്കൂല, സക്കാത്ത് സ്വീകരിക്കൂല. ഇത് സമസ്ത മുഷാവറും കൂടി യോഗം തീരുമാനിച്ച വിഷയമല്ല ഞാനീ പറഞ്ഞത്, മുത്തുനബിന്റെ ഹദീസാണ്. സ്വീകരിക്കൂല. ഇതാണ് നമ്മൾ കുട്ടികളെ മനസ്സിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അള്ളാഹു റസൂലിന്റെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? നമ്മള് കുറെ തെളിവല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഇതിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കണം. ഇനി നോക്കുന്നു, നാളെ മഹ്ശറ വൻസഭ നടന്നുകൊണ്ടിരിക്കുമ്പോ സൂര്യന്റെ ചൂടേറ്റ് ഞെട്ടോട്ടം ഓടുമ്പോ മനുഷ്യന്മാരിങ്ങനെ ചിന്നി ചിതറി കിടക്കുമ്പോഴല്ലേ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് കിടന്നിങ്ങനെ പൊട്ടിക്കരിയും നമുക്ക് വേണ്ടി. അപ്പോൾ അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, നബിയെ തല ഉയർത്തി ചോദിച്ചോളി തരാം. അപ്പൊ നബി ചോദിക്കും, ഉത്തരം കിട്ടും, ഷഫാഅത്ത് ചെയ്യും. അതാ നമ്മളെ മൗലൂദിൽ പറയണ ഷഫാഅത ഹബലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വഅലനാ യല്ലായ സയ്യിദി ഖൈറൻ നബി. നബി അങ്ങയുടെ ഷഫാഅത്ത് വേണം. നമ്മൾ വലിയ പ്രതീക്ഷയോടെ പറഞ്ഞു. അന്നാ റസൂൽ എന്ന് പറഞ്ഞ വാക്കെന്താ? ഹല്ലത്ത് ഷഫാഅത്തി ഇല്ലാ ലിസാഹിബി ബിദ്അ. ഷഫാഅത്ത് വാക്കാണ്, ഷാരിക്കുണ്ടാവില്ല, വിദഗ്ധർക്കുണ്ടാവില്ല. കുട്ടികൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് മാത്രമല്ല നമ്മളെ ഉറപ്പിക്കണത്. അല്ല, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ ആദ്യം നമ്മളത് ഉറക്കണ്ടേ? അള്ളാഹു റസൂൽ പറയാണ്, ഷഫാഅത്ത് ബിദ്അത്തുകാർക്ക് ഉണ്ടാവൂല. കൂടെ കൂടിക്കഴിഞ്ഞാൽ ഷഫാഅത്ത് കിട്ടൂല. ഇനി അവിടുന്ന് പോരിങ്ങള് അപ്പടാ അപ്പുറത്ത് മുത്തനബിയുടെ തിരുകാരങ്ങളെ കൊണ്ട് വെള്ളം ഇങ്ങനെ കോരി കൊടുക്കുക. തേനേക്കാളും മാധുര്യമുള്ള അബിയലുമിനൽ ലബൻ, പാലിനേക്കാൾ വെളുത്ത് എന്നൊക്കെ പറഞ്ഞ ആ ഹൗദുൽ കൗസർ കിട്ടാൻ വേണ്ടി ആർത്തിയോടെ നമ്മൾ ചെല്ലുമ്പോ ഒത്തിരി ഇങ്ങനെ കോരി കൊടുക്കത്തരേ. അപ്പൊ വിദേഹത്തെ വരുമ്പോ സഹിൽ ബുഖാരിൽ കാണാൻ നബി പറഞ്ഞൊരു വാക്കുണ്ട്, എടാ നിനക്ക് വെള്ളല്ല, പോടാ പോടാ നിനക്ക് വെള്ളല്ല. അള്ളാഹു കാക്കട്ടെ. അവിടെ രക്ഷപ്പെടാനാ പണിയെടുക്കേണ്ടത്, ഇവിടെ ജോലി ഉറപ്പിക്കാനല്ല. അവിടെ രക്ഷപ്പെടാതിരിക്കണം നമ്മുടെ ലക്ഷ്യം, അവിടെ വിജയിക്കാനായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ വെള്ളം കിട്ടൂല. ഇനി അവിടെ നിന്ന് പോരിങ്ങള് ആ സിറാത്തിന്റെ മുകളിൽ കൂടി നടത്തണ്ട്. കുറെ ആൾക്കാരിങ്ങനെ നരകത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴുന്നു. അപ്പോഴും അതാ സിറാത്തിന്റെ അരികിൽ വരുന്നു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ശഫാഅത്ത് ചെയ്യുന്ന അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, പടച്ചവനെ എന്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് മുത്തുനബി അവിടെ ഇങ്ങനെ കരയാ. മുത്തുനബി ഷഫാഅത്ത് ചെയ്യുന്നു. ഷഫാഅത്ത് ആർക്കുണ്ടാവില്ല? വിദേഹത്തേർക്കുണ്ടാവില്ല. ഈ വിദേഹത്തിൽ എവിടെ ഉണ്ടാകുക? ഹദീസ് രേഖപ്പെടുത്തുന്നു, അവർ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇത് ഗൗരവത്തോടെ കാണാം. ഇത് നമ്മൾ നിസ്സാരമായി കണ്ട കാര്യങ്ങളല്ല. ഇതതിന്റെ ഗൗരവത്തോടെ കണ്ടാല് നല്ലൊരു മരണം കിട്ടും. വേറൊന്നും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദീനായിട്ടും കാണാം. അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഈമാൻ, ഈമാന്റെ മാധുര്യം രുചിച്ചു ആര്? മൻ റളിയ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ റസൂലാ. അത് ശരിക്കും ഉണ്ടാവണം. ഉണ്ടായ പേടിക്കല്ല. അല്ല, കേവലം നാവിലൂടെ അള്ളാഹു റബ്ബി എന്ന് പറഞ്ഞപ്പോ എന്നല്ലതീനെ കാലു റബ്ബുനല്ല പോരാ. പിന്നെ എന്തുവാണ് ഖുർആൻ പറഞ്ഞത്? സുമ്മസ്തഖാമു. അപ്പോഴാണെന്ന് പറഞ്ഞിട്ടുള്ളത് തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല എന്നല്ല, ടെൻഷൻ ഉണ്ടാവില്ല. രണ്ടാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിട്ടു ചിരിച്ചു വന്നപ്പോ എന്താ പറഞ്ഞത്? ഇത് കേട്ടില്ലായിരുന്നു, ഇത്ര സന്തോഷമായിരുന്നു പറഞ്ഞത്. ഏത്? തീ കെട്ടില്ലായിരുന്നെങ്കിൽ അതിനുള്ളിലായി പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടെന്ന് പറഞ്ഞത്. അതിനുള്ളിൽ എന്ത് സുഖമായിരുന്നു. അതാണ്, ടെൻഷൻ ഉണ്ടാവൂല. മുത്തനബിയും സിദ്ദീഖ് അല്ലാനോ 6 സൂറ് കിടക്കുമ്പോ ശത്രുക്കളിൽ പോകും. നബി എന്താ പറഞ്ഞത്? സിദ്ദീഖെ പേടിക്കണ്ട. എന്തിനാ പേടിക്കണേ? അല്ലാഹ് നമ്മളൊപ്പം ഉണ്ടല്ലോ.
അവിടേക്ക് എത്തും. ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യം ലഭിക്കും. സമ്പത്ത് വിഷയം ഉണ്ടാവില്ല, ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോണം. എല്ലാരും പോയി. എല്ലാരും ഇങ്ങനെ പോയപ്പോ മഹൾക്കും പോണം. പക്ഷെ വലിയ സമ്പന്നനാണ്, ഭയങ്കര സമ്പന്നനാണ്. അപ്പൊ സമ്പത്തൊക്കെ അവിടെ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ അതിൽ ഏറ്റവും വില പിടിപ്പുള്ള സമ്പത്തൊക്കെ ഒരു ചാക്കലൊക്കെ ആക്കിയിട്ട് പോവുക. ശത്രുക്കൾ പറഞ്ഞു ഓടി, പിന്നാലെ കൂടി പിടിച്ചപ്പോ ചോദിച്ച ചോദ്യം എന്താ അറിയോ? നിങ്ങൾക്ക് എന്നെ വേണോ സമ്പത്ത് വേണോ ചോദിച്ചു. സമ്പത്ത് മതി, ഞങ്ങൾ എടുത്തോളി. എനിക്ക് സമ്പത്തല്ല വേണ്ടത്, എനിക്ക് ആരെ വേണ്ടത്? അപ്പൊ മുഹമ്മദിൻ റസൂലാ, എന്റെ മുഹമ്മദ് നബി കിട്ടിയാൽ മതി, സമ്പത്ത് വിഷയമില്ല. സമ്പത്ത് മൊത്തം കൊടുത്തു, കോടിക്കണക്കിന് വില പിടിപ്പുള്ള സമ്പത്ത് ഇട്ടെറിഞ്ഞിട്ട് ഒറ്റ ഓട്ട. അതാണല്ലോ അർത്ഥം. അവിടേക്ക് എത്തണം നമുക്ക്. അവിടേക്ക് എത്തിയാൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല, പ്രയാസം. ഞാൻ പറഞ്ഞില്ല, ഭാര്യമാന് പോലും എത്ര പ്രയാസം ഉണ്ടായി. സഹീഹ് ബുഖാരി രചിച്ച ലോക പ്രശസ്ത ഗ്രന്ഥം അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. ആ ബുഖാരിയുടെ മുസന്നിഫല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നാട് കടത്തപ്പെട്ടില്ലേ? എന്തൊക്കെ പ്രയാസം ഉണ്ടായി. ശരിക്കും മരണസമയം എത്ര റാഹത്ത, എന്ത് നല്ല മരണം. കബറടക്കാൻ കൊണ്ടുപോയപ്പോഴല്ലേ കബറിന്റെ ഉള്ളിൽ നിന്ന് കസ്തലാനി കാണാം, ഋഷാസാരി കാണാം. കബറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സുഗന്ധം വരിക, ഭയങ്കര സ്മെല്ല്. ആൾക്കാർ ഇങ്ങനെ മണ്ണ് വാരിക്കൊണ്ടോ തുടങ്ങി. അവസാനം വേലി കെട്ടി അവരുടെ ചുറ്റോ. ആരുടെ? ബുഖാരി. അക്കാലത്ത് വലിയൊരു മഹാപണ്ഡിതൻ. അന്ന് രാത്രി ബുഖാരി വഫാത്താകണ ആ സമയത്ത് റസൂലുള്ളാഹിനെ സ്വപ്നം കാണാം. ഇവരെ ഇങ്ങനെ ഒരാൾ കാത്തിരിക്കുമ്പോഴെത്തുന്നു. എവിടെ ചോദിച്ചു, നബിയെ നിങ്ങൾ ആരാണ് കാത്തിരിക്കുന്നത്? ഞാൻ ഇമാം ബുഖാരി വരുന്നുണ്ട് കാത്തിരിക്കാണ്. ആ സമയം മരിച്ച സമയം ഒന്നായിരുന്ന ആ ബുഖാരി വീട് അനുഭവിച്ചിട്ടില്ലേ? അപ്പൊ ഇതൊന്നൊരു വിഷയമല്ല. നമ്മൾ പ്രശ്നക്കാരാവാതെ നല്ലവരായി, ദീനിന്റെ ഹാദിമ്യങ്ങളായി, സുന്നത്ത് ജമാഅത്തിന്റെ ഹാദിമ്യങ്ങളായി, സമസ്തന്റെ പ്രവർത്തകരായി ജീവിക്കുക. റബ്ബ് നമ്മുടെ കൂടെ ഉറപ്പാ. ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവുന്നില്ല. റബ്ബ് നമ്മളെ സഹായിക്കും. ആര് തടഞ്ഞാലും നമുക്ക് ഏത് വഴിക്ക സഹായം വരുമെന്ന് അറിയില്ല. സഹായം ഉണ്ടാവും. ഞാൻ പറഞ്ഞു പ്രയാസം ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. പുറത്തോന്റെ സഹായം ആത്യന്തികമായി വിജയം. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആത്യന്തികമായി വിജയം. അതിന് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നല്ലൊരു മരണം കിട്ടണം നമുക്ക്. നല്ലത് എപ്പോഴും മരിക്കാറുണ്ടല്ലോ. നമ്മളെക്കാൾ പ്രായം കൊണ്ട് എത്ര ആൾക്കാർ മരിച്ചുപോയി, എത്ര ആൾക്കാർ മരിച്ചു, എത്ര മൂല്യന്മാരെ ദിവസം നോക്കിയാലേ. ഇന്നലെ ഒരു മൂല്യരുട്ടി ഒഴുക്കൽപ്പെട്ട് മരിച്ചതിന്റെ സുഖത്തിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇപ്പൊ നാളെ ആരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്? നമുക്ക് എന്തിനും പോയാ അവിടെ രക്ഷപ്പെടണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വേറൊരു ലക്ഷ്യം ആരും പരാജയപ്പെടുത്തലോ ആരും തകർക്കലോ ഇതൊന്നും നമുക്ക് ലക്ഷ്യം വേണ്ട. നമുക്ക് അള്ളാന്റെ ദീന്, സുന്നത്ത് ജമാഅത്ത്, സമസ്ത അത് ഹക്കായിട്ട് പോകണം. അത് നമ്മുടെ മനസ്സിൽ കയറാത്ത കാലത്തോളം മഹാന്മാർ പറഞ്ഞല്ലോ, ഈ സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ എന്ന ഹദീസ് ഉദ്ധരിക്കുന്നിടത്ത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹലാവത്തുൽ ഈമാൻ നിസ്കാരം കൂടുതൽ നിസ്കരിച്ചിട്ട് കിട്ടൂല. അങ്ങനെ തന്നെ പറഞ്ഞത് ലാ യജിദു ഹലാവത്തുൽ ഈമാൻ. ഈ ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യം കിട്ടണമെങ്കിൽ ഈ പറയപ്പെട്ട 3 കാര്യം മനസ്സിലേക്ക് കയറി വരണം. അല്ലാതെ വൈൻ കസറത്ത് സലാത്തുഹുന്ന വസിയാം, അവന്റെ നിസ്കാരം നോമ്പ് എത്ര നിർവഹിച്ചിട്ടും കാര്യമില്ല. അതല്ല വേണ്ടത്. നമുക്ക് ഹലാവത്തുൽ ഈമാൻ മനസ്സിലേക്ക് കയറി കിട്ടിയ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഹലാവത്തുൽ ഈമാൻ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ സമയം വൈകി പോയി നിർത്താം. സഹീഹുൽ ബുഖാരിയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുക, അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെടുക. ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടണ്ട. ഷഫീ പറഞ്ഞില്ലേ, വമൻ യഗ്ളബ് വലം യഗ്ളബ് ഫഹുവ ഹിമാർ. ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഓ ഹിമാറാണെന്ന് പറഞ്ഞത്. അള്ളാഹു കാക്കട്ടെ. അള്ളാന്റെ മാർഗത്തെ നമുക്ക് ഇഷ്ടം ഉണ്ടാവണം. അള്ളാന്റെ മാർഗത്തിൽ നമുക്ക് ദേഷ്യം പിടിക്കണം. ഹുബ്ബുൽ അൻസാർ മിൻ അലാമത്തുൽ ഈമാൻ. അൻസാരികളെ, സഹാബികളെ സ്നേഹിക്കുക. സഹാബികളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ പറഞ്ഞില്ലേ വഹാബികൾ, കേരള മുസ്ലിയാക്കൾ ചെയ്യുന്ന ദീന് തെളിവല്ലാത്തതുപോലെ സഹാബത്തിന്റെ പ്രവർത്തനം ദീന് തെളിവല്ലാന്ന് എഴുതി വെച്ചിട്ട് ഇബ്നു തൈമിയ്യ പറഞ്ഞില്ലേ, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പോലും പറഞ്ഞു ഇബ്നു തൈമിയ്യ. അതെ, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പോലും ഇബ്നു തൈമിയ്യ എഴുതി വെച്ചു. വേണ്ടത്ര പൂർണ്ണത ലഭിച്ചിട്ടില്ല. ആർക്ക്? ഉമർ റളിയല്ലാഹു. അങ്ങനത്തെ കാലഘട്ടമല്ലേ. മഹാന്മാരായ സഹാബത്തിന് എപ്പോഴും കോഴിക്കോട്ട് ചെങ്ങ പുതിയങ്കായി അറിയുന്നു, ചേകനൊരു പിൻകാൻ വിട്ട് വേറൊരുത്തിന് അറിയുന്നു. അവനൊരു ഖുർആൻ പരിഭാഷക്കുണ്ട്. അതിന് കുറെ ആൾക്കാർ പോകുന്നുണ്ട്. സഹാബത്തിന് മൊത്തം തള്ളിയിട്ടാണ്. ഒരു പെണ്ണിന് നേരിട്ട് നിക്കാഹ് ചെയ്ത വിഷയമൊക്കെ ഉണ്ടായില്ല, ഒരു വാദമൊക്കെ ഉണ്ടായിരുന്നു. പേര് ഞാൻ പറഞ്ഞ പരിചയപ്പെടുന്നില്ല. അവിടെ ഓരോന്ന് വരികയാണ്. ഇനിയും ഇതിന്റെ അപ്പുറം വരാൻ പോണത്, അന്നേനേക്കാൾ വലിയൊരു കുഞ്ഞു വരിക. അവിടൊക്കെ നമ്മൾ നമ്മുടെ ആശയത്തിൽ അടിയുറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരകരായി, സുന്നത്ത് ജമാഅത്തിന്റെ പ്രചവാഹകരായി ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ.
സമയമായാലേ ഇനി നിർത്താൻ സമയമായിട്ടുണ്ട്. ഭക്ഷണത്തിലേക്ക് പ്രശ്നങ്ങളുണ്ടാവും, അവിടെ നിർത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും ഒക്കെ സാലിഹായവരായി സ്വീകരിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരെയും നമ്മുടെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഞങ്ങളെ സജിത്വം നീ കബൂലാക്കണേ റഹ്മാനെ, നിധി സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു